നമസ്കാരം. രാധാകൃഷ്ണനാണേ, കാട്ടാൾ ദേവി. നമോ നമസ്തേ. ഒരു കാര്യം പറയാനാണ് ഞാൻ വന്നത്. ഒരു വീഡിയോ കണ്ട് കാനറ ബാങ്ക് മാനേജർ ഒരു കർഷകനെ ഇറങ്ങി പോടാ, മേലിൽ കണ്ടുപോകരുത്, ഇറങ്ങടാ എന്നൊക്കെ പറയുന്ന ഒരു വീഡിയോ കണ്ടു. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ പറയാൻ പാടില്ലാത്ത ചില വാക്കുകളാണ്, എന്നാലും പറയാൻ പാടില്ലാത്ത വാക്കുകളാണെങ്കിൽ പറയാണ്. എന്നോട് എല്ലാവരും ക്ഷമിക്കണം. ഈ നായിൻ്റെ മോൻ പട്ടി മാനേജർ അവൻ്റെ ശമ്പളം മായ്ക്കുന്നത് ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ കൊടുക്കുന്ന പലിശയിലാണ്. ഈ ശമ്പളം മാറ്റി അവനും അവൻ്റെ ഭാര്യയും മക്കളും ഒക്കെ കഴിക്കുന്നത്. ഈ നാറി ഇങ്ങനെ കഴിക്കുന്ന അവൻ ഈ പൊതുജനം അദ്ദേഹം മുണ്ട് കൊടുത്തോണ്ട് വന്ന് കാണാൻ ഒരു ഗെറ്റപ്പ് ഇല്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ഇറങ്ങി പോടാന്ന് പറഞ്ഞാൽ ഇവൻ്റെ അച്ഛൻ്റെ വീട്ടിൽ നിന്നല്ല വന്നത് ആണോ? ഇവൻ്റെ കുടുംബ വീടാ, അതായത് ഇവൻ്റെ ഭാര്യയ്ക്ക് സ്ത്രീധനം കിട്ടിയ വീടാ. അങ്ങനെ വല്ല ആണോ? ഈ അമൃഷ്ടം അടക്കാൻ പറ്റുന്നില്ല. ഒരു കർഷകനെ സംബന്ധിച്ചോളം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു വാഴ നട്ട് കഴിഞ്ഞാൽ അവൻ ആ വാഴയുടെ മക്കളെ വളർത്തും പോലെ ആ വാഴയുടെ ചുറ്റും 10 മാസം കിടന്ന് കറങ്ങും. അത് തിരുളടയ്ക്കുമെങ്കിൽ അവൻ്റെ നെഞ്ച് പിടയ്ക്കും. അത് പശു വളർത്തണവനായാലും ശരി തന്നെ. അവൻ ഈ പശുവിന് പുല്ല് പറിച്ച് അതിന് ഒരു രോഗം വന്നാൽ ഓടിക്കൊണ്ട് ചികിത്സിച്ച് ഇതൊക്കെ ഈ വാഴ കൃഷി ചെയ്ത് കുറച്ച് ചന്തയിൽ കൊണ്ട് പൈസയ്ക്കാണ് വിൽക്കുന്നത്. അത് വാങ്ങിച്ചാൽ നമ്മളെ മക്കളുമൊക്കെ കഴിക്കുന്നത്, മീൻമാർ കഴിക്കുന്നത്. ബനാന റോസ്റ്റ് എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയും, മിൽക്ക് എന്നൊക്കെ പറയുന്നത്. ആ കർഷകൻ്റെ ബുദ്ധിമുട്ട് എന്തുമാത്രം ഉണ്ടെന്നറിയാമോ? എടാ നാറി, നീ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളൊരു മനുഷ്യനായ ആദ്യം സ്നേഹിക്കേണ്ട രാജ്യസ്നേഹം, പിന്നെ ഇന്ത്യൻ ആർമിയെ സ്നേഹിക്കുക, പിന്നെ കർഷകനെ സ്നേഹിക്കുക. ഈ കർഷകൻ ഉണ്ടെങ്കിൽ നമ്മളൊന്നുമില്ല. മനസ്സിലായ? ഞാൻ കർഷകനല്ല, ഞാനൊരു കൊച്ചു കച്ചവടക്കാരനാണ്. എനിക്ക് കർഷകനില്ല. എൻ്റെ അച്ഛൻ കർഷകക്കാരനായിരുന്നു. കർഷകത്തിൻ്റെ ബുദ്ധിമുട്ട് എനിക്കറിയാം. ജോലിക്ക് പോകുന്ന നേരത്തും വെളുപ്പം രാവിലെ ഇറങ്ങി വാഴയ്ക്ക് വെള്ളം ഒഴിച്ച് ഒക്കെ നോക്കിയിട്ടാണ് അവർ കൂലിപ്പണിക്കും പോണത്. അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് ഒരു വാഴ കൃഷി ചെയ്താലും എന്ത് കൃഷി ആയിക്കോട്ടെ, കൃഷിക്കാരൻ ഭയങ്കരമായ ബുദ്ധിമുട്ട്. അവൻ കൃഷി ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ 3 നേരം വീട്ടിൽ നിന്ന് നമ്മളെ വയറ്റിനകത്തൊരു വെട്ടി വിഴുങ്ങണത്. നിൻ്റെ മക്കളൊക്കെ വെട്ടി വിഴുങ്ങണ ഏതാണ്? നീ കൃഷിക്കാരനെ ഒരു പുച്ഛിച്ചല്ലേ പറഞ്ഞ് ലോൺ നിൻ്റെ അച്ഛൻ്റെ വീട്ടിൽ നിന്നാണ് ലോൺ കൊടുക്കുന്നത് അല്ലേ? തന്നെ എനിക്കൊരു അബദ്ധം പറ്റുക. കാട്ടാക്കട ശാഖയിൽ നിന്ന് ഞാൻ ലോൺ എടുത്തപ്പോൾ അവിടെ എനിക്കൊരു അമളി പറ്റിയെന്ന് വെച്ചാൽ ഞാൻ എല്ലാ മാസം കൃത്യമായും പൈസ അടച്ചോളുന്നത്. ഈ കാനറ ബാങ്ക് തന്നെ. ഈ കാനറ ബാങ്ക് മാനേജ്മെൻറ്റ് ഇത്തിരി കൊഴുപ്പ് കൂടുതലാണ്. ഞാൻ എല്ലാ മാസം കൃത്യമായിട്ട് അടച്ചു വന്നപ്പോഴാണ് ഒരു നോട്ടീസ് എനിക്ക് വന്നു, മുടക്കമുണ്ട് നിങ്ങൾ. അങ്ങനെ ഞാൻ ചെന്ന് ചോദിച്ചു, ഇതെന്താണ് മുടക്കം? ഞാൻ ഇതുവരെ മുടങ്ങിയില്ല. എല്ലാ ആ ഡേറ്റിന് മുമ്പ് 4-ാം തീയതി അടയ്ക്കേണ്ട പൈസ ഞാൻ 1-ാം തീയതിയാണല്ലോ അടയ്ക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോഴാണ് പറഞ്ഞത് 6000 രൂപ വെച്ച് ഒരു വർഷം ഇൻഷുറൻസിന് എടുക്കും, ഞാൻ അറിയാതെ, എൻ്റെ അനുവാദം ഇല്ലാതെ. അങ്ങനെ ഞാൻ മുടങ്ങിയപ്പോൾ ഇങ്ങനെ മുടങ്ങിയതാണ്, അല്ലാതെ ഞാൻ അടച്ച മുടങ്ങിയത്. കൊടുക്കാൻ മാനേജർ എന്നെ വിളിച്ച്, ഒരു സ്ത്രീയായിരുന്നു, വിളിച്ച് മോശമായ രീതിയിൽ സംസാരിച്ച്. ഞാൻ തിരിച്ച് അതുപോലെ സംസാരിച്ചു. ഞാൻ പറഞ്ഞു, നീ പെണ്ണായതുകൊണ്ട് ഞാൻ വേറെ കൂടുതൽ സംസാരിക്കേണ്ടതാണ്, ആണാണെങ്കിൽ ഇങ്ങനെയൊന്നുമല്ല സംസാരിക്കുന്നത് ഞാൻ. അപ്പോൾ ആദ്യം നിങ്ങൾ ഈ ബാങ്ക് ഉദ്യോഗസ്ഥന്മാർ ഒരു കാര്യം മനസ്സിലാക്കണം. ഇത് നിങ്ങളുടെ കുടുംബ സ്വത്തല്ല. ഈ ബാങ്ക് ലോൺ കൊടുക്കുന്നത് പലരും കൊണ്ടുവരുന്ന പൈസയാണ്. ആ പൈസയാണ് ലോൺ കൊടുക്കുന്നത് ഞങ്ങൾക്കറിയാം. പക്ഷേ അവിടെ വരുന്ന ആൾക്കാരെ കുറച്ച് മാന്യമായ രീതിയിൽ ഡീൽ ചെയ്യണം. കാര്യം നിങ്ങളെ ഡീല് അയാൾ എൻ്റെ അടുത്താലും പറഞ്ഞ് അവൻ അടിച്ച് അവൻ്റെ ചെവിറ്റാൻ പിടിച്ചു കളഞ്ഞേ. അത്ര അമർഷം എനിക്കുണ്ട്. അവൻ ഇറങ്ങി പോകാനൊക്കെ പറയാം. അവൻ്റെ വീട്ടിൽ വന്നാ, അവൻ്റെ കുടുംബ വീട്ടിൽ വന്നാ, അവൻ്റെ ഭാര്യയുടെ വീട്ടിൽ വന്നാ, അവൻ്റെ അച്ഛൻ്റെ വീടാണത്? അല്ലല്ല. ഈ ബാങ്ക് എന്നൊക്കെ പറഞ്ഞത് പൊതുജനങ്ങൾക്കുള്ള പൊതുജനങ്ങളുടെ സ്ഥാപനം. ഞങ്ങളുടെ സ്ഥാപനോടാ. 55 വയസ്സാകുമ്പോൾ നീ ഇറങ്ങി പോകണം പട്ടിയെ പോലെ. ഞങ്ങൾ മരിക്കുന്നവരെ അതിനകത്ത് വരാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ടാ. അത് ഞങ്ങളുടെ സ്ഥാപനമാണ് ഈ ബാങ്കൊക്കെ, ഇന്ത്യ മഹാരാജ്യത്ത് ഉള്ളത് ബാങ്കുകൾ. അപ്പോൾ നീ അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയാൻ നിനക്ക് എന്താ അറിയാനുള്ളത്? ഒരു രാഷ്ട്രീയത്തോടെ ഇറങ്ങിപ്പോ, നിനക്ക് എന്നെ അറിഞ്ഞുകൂടാ? എടാ പോടാ, എന്തെടാ നീ വിളിക്കണത്? എടാ പോടാന്നൊക്കെ. നിന്നെ ആ മനുഷ്യൻ എടാ പോടാന്ന് വിളിച്ചാൽ എന്ത് ചെയ്യും? നീ ആരെന്ന് വിചാരിക്കണേ? നീ വലിയ ഉദ്യോഗസ്ഥനാണ്. ഞാൻ ഇത് വീഡിയോ ചെയ്തില്ലെങ്കിൽ എൻ്റെ മനഃസാക്ഷിയെ കുത്തുന്നതായിരിക്കും. നാറി, നിന്നെ ഇങ്ങനെയൊന്നുമല്ല വിളിക്കേണ്ടത്. നിന്നെ നേരിൽ ഞാൻ കണ്ടില്ല. നിന്നെ കേസ് വന്നാലും കുഴപ്പമില്ല, നിന്നെ 10 തള്ളയ്ക്കാൻ വിളിച്ചേ വിടുകയുള്ളത്. ആ മനുഷ്യനടുത്ത് നീ അത്രയും ഷൗട്ട് ചെയ്ത്. ഇതുപോലുള്ള മനുഷ്യന്മാരെ ശമ്പളം അല്ലടാ നിന്നെ കൊണ്ട് തരണം, നാറി. അല്ലേ? കാനറ ബാങ്കുകാരന്മാർക്ക് ഇത്രയും അഹങ്കാരം, കൊഴുപ്പുക. ഈ അഹങ്കാരം നല്ലതല്ല കേട്ടാ. വരുന്ന കസ്റ്റമറെ കൊണ്ടാണ് നീയൊക്കെ ജീവിക്കണത്. അതുകൊണ്ട് അതൊക്കെ ഒന്ന് അടക്കി ഒതുക്കി വെച്ച് മര്യാദയ്ക്ക് മാന്യമായ രീതിയിൽ വരുന്ന കസ്റ്റമറുടെ ഇടപാട്.
പക്ഷേ ആ മനുഷ്യൻ നല്ലൊരു മനുഷ്യനായതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. അല്ലെങ്കിൽ അടിച്ചൊരു ചെകുരി പൊടിക്കേണ്ടതാണ്. നാറി ഇത്രയും ഒരു മനുഷ്യനെ മോശം. അയാൾ മുണ്ട് കൊടുത്തോണ്ടെന്നോ നിനക്ക് പുച്ഛോടാ അയാളെ. യുവന്മാർക്ക് ഇങ്ങനെ സുഖമുണ്ട്. യുവന്മാർ ഒരു ഫാൻ ഇട്ടുകൊണ്ട് ഒരു സ്ഥാപനത്തിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ യുവന്മാരൊക്കെ ആരോ തമ്പുരാനാണെന്ന്. നീയൊക്കെ ഒരു തമ്പുരാനില്ല. ജനാധിപത്യത്തിനകത്താണ്. ജനങ്ങളാണ്ട രാജാവ്, ഞങ്ങളാണ്ട രാജാവ്. നീ ഞങ്ങൾക്ക് കീഴ, ഞങ്ങളെ ജോലിക്കാരനാണ് നീ. ആദ്യം മനസ്സിലാക്കണം, ഞങ്ങളുടെ സേവകനാണ് നീ. ഞങ്ങൾക്ക് ജോലിയാണ്. നിനക്ക് ഞങ്ങൾ തരുന്ന പിഷയാണ്ട പിഷ. ആ പിഷയെ മാച്ച് നക്കിയിട്ട് നിനക്ക് കൊഴുപ്പ് കൂടുതല തന്നെടാ. പിഷ എടുക്കുന്നവന് ഇത്ര അഹങ്കാരമില്ലടാ നാറി. നിന്നെ എന്തൊക്കെ ഭാഷ പറഞ്ഞാൽ എനിക്ക് കലി തീർന്നില്ലടാ എനിക്ക്. നിൻ്റെ ഫോട്ടോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നീ ഈ എവിടെയെങ്കിലും ബാങ്കിൽ വന്ന് നിന്നെ കണ്ട നിനക്ക് അവിടെ ഞാൻ 10 എണ്ണം പറയും കേട്ടോ. ഇത്രയും അഹങ്കാരത്തോടെ സംസാരിച്ചെന്ന് വിചാരിക്കരുത്. കാര്യം ഈ നാറിയെടുത്ത് ഇങ്ങനെ പ്രതികരിച്ചില്ലെങ്കിൽ ഞാനൊരു മനുഷ്യനല്ലാതായി പോകും. നമ്മൾ ലോൺ എടുക്കാത്ത മനുഷ്യന്മാരില്ല ലോകത്ത്. 99% ആൾക്കാർ ലോൺ എടുത്തിട്ടുണ്ട്, ഒന്നല്ലെങ്കിൽ ഒന്ന്. അല്ലെങ്കിൽ നിങ്ങൾ നിയമ നടപടികൾ ചെയ്യുക. ഇവൻ്റെ അടുത്തൊക്കെ നമ്മൾ ലോൺ എടുക്കാൻ പോകും. എൻ്റെ അടുത്ത് മാനേജർ പറഞ്ഞാണ് ലോൺ എടുക്കാൻ നേരത്ത് കുഞ്ഞിന്നല്ല. ഞാൻ മുദ്രാ ലോണാണ് എടുത്തത്. മുദ്രാ ലോൺ എടുക്കാൻ ഞാൻ ഇവന്മാരെ മുമ്പേ കുഞ്ഞൊന്നുമില്ല. ഞാൻ ധൈര്യമായിട്ട് നേരെ തന്നെ സംസാരിച്ചത്. നമ്മുടെ അവകാശമാണ്. അത് മുദ്രാ ലോണ് പ്രധാനമന്ത്രിയുടെ പദ്ധതിയാണ്. അത് ഞങ്ങൾക്കിപ്പോൾ സാധാരണക്കാർക്ക് തരാൻ അവകാശമല്ല. ഇവൻ്റെ അച്ചിക്ക് കൊടുക്കാനുള്ള അവകാശമല്ല. ഇവന്മാർ പറഞ്ഞങ്ങനെയാണ്. എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞത്, നീ ബാങ്കിൽ ലോൺ എടുക്കാൻ നേരത്ത് വന്ന് കുഞ്ഞല്ലേ ഇന്ന്. കുഞ്ഞിന്ന് അവൻ്റെ മറ്റവനാണ് കുഞ്ഞിരുന്നത് ഇവൻ്റെ വീട്ടിൽ. ഞാൻ നേരിട്ട് തന്നെ ലോൺ ചോദിച്ചതും ഒരു വണ്ടി എടുത്തതാണ്. അപ്പോൾ ഇത് ഈ കാട്ടാക്കടത്തെ ബാങ്കിനും ഇത് ബാധകമാണ്. ഇവരും മര്യാദയ്ക്ക് സംസാരിക്കാൻ ആൾക്കാരൊക്കെ അവിടെ വരുമ്പോൾ അവർ വിചാരിക്കുന്നത് അവർ അടിമ. നിങ്ങൾ അടിമയൊന്നുമല്ല ഞങ്ങളാരും. ഞങ്ങൾക്കിവിടെ സ്വാതന്ത്ര്യമുണ്ട്, ജനാധിപത്യ രാജ്യമാണ്. ഞങ്ങൾ ആരും അടിമയല്ല. അങ്ങനെയുള്ള ധാരണയൊന്നും വെച്ച് ധാർഷ്ട്യവും ഒന്നും വെച്ച് ജീവിക്കരുത്. ആ കാലങ്ങളൊക്കെ കഴിഞ്ഞു. ഒരു കാലം ഉണ്ടായിരുന്നു. ഈ സാറേ എന്ന് വിളിക്കുമ്പോൾ നിങ്ങളെന്തോ കൊമ്പത്ത് ആണെന്ന്, അങ്ങനെയല്ല. സാറേ എന്ന് വിളിക്കുന്നത് തൽക്കാലം മര്യാദയുടെ വാക്കാണ്. നമുക്കൊരു അധ്യാപന സാറേ എന്ന് വിളിക്കാം, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ സാറേ, അത് താൽക്കാലികം. അല്ലാതെ നിരന്തരമായി സാറെന്നല്ല. 55 വയസ്സ് നീ സർവീസിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ സാറേ എന്ന് വിളിക്കാം. ഏതൊരു വ്യക്തിയും നമ്മൾ സാറേ എന്ന് വിളിക്കാം. അതൊരു ബഹുമാനവും ഒരു മര്യാദയാണ്. പിന്നെ ഒരു ബാങ്കിനകത്ത് പോകുമ്പോൾ മടുത്ത് കെട്ട് അഴിച്ചിട്ട് പോണത് അതൊരു മനുഷ്യൻ്റെ മര്യാദയാണ്. മനസ്സിലായില്ല? അല്ല നിന്നെ ഒന്നും പേടിച്ചിട്ടൊന്നുമില്ല. ആ മനുഷ്യൻ മുണ്ട് കൊടുത്ത് നിൽക്കുമെന്ന് പറഞ്ഞാൽ നീ ആ മനുഷ്യൻ എന്തൊക്കെ പറഞ്ഞടാ നാറി. നിനക്ക് എന്തൊരു അഹങ്കാരടാ. അവിടെ ഇത്രയും ആൾക്കാർ കൂടി ഇങ്ങനെ കിഴങ്ങന്മാരാരും ഒന്നും മിണ്ടണില്ല. പ്രതികരിക്കണ്ടേ ഇതുപോലെ ഒരു പാവപ്പെട്ട മനുഷ്യൻ്റെ ഇത്രയും സൈറ്റിനോട് സംസാരിക്കുമ്പോൾ? ഞാനായിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രതികരിക്കും, ശക്തമായിട്ട് പ്രതികരിക്കും. എന്ത് കേസ് വന്നാലും ശരി തന്നെ. അതൊന്നും പേടിച്ചൊന്നും നിൽക്കില്ല. ഇതുപോലെയൊക്കെ സംസാരിക്കുന്ന ആൾക്കാരെ നമ്മളിങ്ങനെ വെറുതെ വിടാൻ പാടില്ല. നിങ്ങളുടേതായിട്ട് അഭിപ്രായങ്ങൾ പറയണം, പ്രതികരിക്കണം. ഇവനൊക്കെ നമ്മുടെ ഇപ്പോൾ ഒരു MLA ആയിക്കോട്ടെ, മന്ത്രി ആയിക്കോട്ടെ, മെമ്പറായിക്കോട്ടെ, വാർഡ് മെമ്പർ, കൗൺസിലർ, ആരായിക്കോട്ടെ, ഇതൊക്കെ നമ്മുടെ കരുത്തിലാണ് യുവന്മാരൊക്കെ ജീവിക്കുന്നത്. മനസ്സിലായി? എൻ്റെ അറിവ് വെച്ച് 18-20 രൂപ കൊടുത്ത് ഒരു ബിസ്ക്കറ്റ് വാങ്ങി 2 രൂപ മട്ടായി നികുതി അടയ്ക്കുകയാണ്. മനസ്സിലായോ? 18-20 രൂപ ബിസ്ക്കറ്റ് നമ്മൾ മാറ്റി കഴിക്കുമ്പോൾ 2 രൂപ നമ്മൾ സർക്കാർ നികുതി അടയ്ക്കുകയാണ്. 1 ലിറ്റർ പെട്രോൾ നമ്മൾ 117 രൂപ കൊടുത്ത് വാങ്ങിക്കുമ്പോൾ 35 രൂപ നമ്മൾ നികുതി കൊടുക്കുക. നമ്മളെ നികുതിയിലാണ് ഇവനൊക്കെ ജീവിക്കുന്നത്. അതുപോലെ നമ്മൾ ഈ പലിശ നമ്മൾ അടയ്ക്കുന്ന 28, 22, 26, 30, 38% പലിശയാണ് നമ്മൾ ബാങ്കിലേക്ക് നമ്മളെപ്പോലെ അടയ്ക്കുന്നത്. അതിലാണ് ഇവനൊക്കെ വീട്ടിൽ ഇവൻ്റെ ഭാര്യയും മക്കളും ഒക്കെ നന്നുന്നത്. അത് തിന്നും കൊണ്ടുവന്ന് പണ്ടാരുടെ പറയല്ലേ, അരിയും തിന്ന് ആശാരിയും കഴിച്ച് പട്ടിക്ക് മുറുമുറുപ്പെന്ന്, അതും കഴിച്ചുകൊണ്ട് ഇവനൊക്കെ വന്ന് മുറുമുറുക്കണമെന്ന് വെച്ചാൽ കേൾക്കാം, നമുക്ക് പറയാൻ നോക്കുമോ? സത്യം പറഞ്ഞാൽ ഇതല്ല പറയേണ്ട ഭാഷ. അവനെ നേരിട്ട് കണ്ട ഇങ്ങനെയൊന്നുമല്ല ഞാൻ പറയണത്, പ്രതികരിക്കുന്നത് കേട്ടാ. നായിൻ്റെ മോനെ, ഞാൻ തൽക്കാലം നിർത്തണത്. മേലിൽ ഇതുപോലെ ഒന്ന് കണ്ട വണ്ടി പിടിച്ച് നിനക്ക് അവിടെ വരും ദണ്ടി. കണ്ണൂരെന്ന് പറഞ്ഞത് ഇന്ത്യക്ക് അപ്പുറത്തൊന്നുമല്ല, കേരളത്തിനകത്താണ്. അത് മനസ്സിലാക്കുക കേട്ടോ നാറി.